നമസ്കാരം പ്രിയമുള്ളവരെ. വിദേശ പര്യടനത്തിലായിരുന്ന രാഹുൽ ഗാന്ധി തിരികെ വന്നാൽ ഉടനെ കേരളത്തിൽ കോൺഗ്രസിന്റെ പുനഃസംഘടന ഉണ്ടാകും എന്ന രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരം അത് കൊടുമ്പിരി കൊള്ളുകയും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് അതിൽ ശ്രദ്ധിക്കേണ്ടി വരികയും ചെയ്തത്. അതുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റും ഒക്കെ ഉൾപ്പെടുന്ന പുതിയ കമ്മിറ്റിയെ പ്രഖ്യാപിക്കുന്നതിന് അഖിലേന്ത്യാ നേതൃത്വം വൈകുന്നത്. ഉടനെ തന്നെ അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകേക്കാം എന്ന രീതിയിലുള്ള മാധ്യമ ചർച്ചകൾ ഉയരുന്നുണ്ട്. പ്രധാനമായും കൊടിക്കുന്നിൽ സുരേഷും മാത്യു കുഴൽനാടനും ഒക്കെയാണ് ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്ന ഒരു ചർച്ചയും ഉയരുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന പേര് അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ അണികൾ, യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ അണികൾ രാഹുൽ മാങ്കൂട്ടം ഒരു കീ പോയിന്റിൽ, പ്രസിഡന്റ് ആയില്ലെങ്കിൽ പോലും വർക്കിംഗ് പ്രസിഡന്റോ അങ്ങനെയുള്ള നിലകളിൽ അദ്ദേഹത്തെ അവരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളുടെ എണ്ണം കോൺഗ്രസിൽ കൂടുന്നുണ്ട് എന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ പുനഃസംഘടനാ സമയത്ത് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ പോസ്റ്റുകൾ നിറയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി അത് അനവസരത്തിലായിപ്പോയി അല്ലെങ്കിൽ പെട്ടെന്നുള്ളതായിപ്പോയി എന്ന ഒരു വിശകലനം സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലുണ്ട്. മാത്രമല്ല കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരുടെ ഇടയിലുമുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇലക്ഷൻ സമയമൊക്കെ ആയതുകൊണ്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാതെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്ന് മിക്കപ്പോഴും മുഖ്യമന്ത്രി VD സതീശൻ്റെ വാക്കുകളിലും പ്രതിധ്വനിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഹൃദയവേദനയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടികൾ എടുത്തതെന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ VD സതീശനും ഇലക്ഷനൊക്കെ കഴിഞ്ഞ് മുഖ്യമന്ത്രി ആ സ്ഥിതിക്ക് അദ്ദേഹത്തെ പാർട്ടിയിൽ തിരികെ കൊണ്ടുവരുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന KPCCയുടെ പുതിയ കമ്മിറ്റി പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തുണ്ടാകും എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ കുറച്ചു സമയം കൂടി എടുക്കാം അദ്ദേഹം പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് വന്ന് MPയോ MLA ഒക്കെ ആകാൻ. പക്ഷേ അദ്ദേഹത്തിന് എതിരെ എടുത്ത നടപടികൾ ധൃതിപ്പെട്ടായിരുന്നു എന്ന ഒരു രാഷ്ട്രീയ വിശകലനം വരുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പുതിയ KPCC കമ്മിറ്റിയിൽ ഒരു താക്കോൽ സ്ഥാനം വഹിക്കുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളൊക്കെ ഉണ്ടാകുന്നത് എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ജൻസി സമരം വിജയിച്ചപ്പോൾ അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിന് സംസ്ഥാന കമ്മിറ്റി നൽകിയ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും ഒക്കെ വരുന്ന ഒരു സമയമാണിത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ഉണ്ടാകും എന്ന ഒരു നിഗമനം തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ നടത്തുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അത് ആരോപണങ്ങൾ മാത്രമായി അവശേഷിക്കുന്നു, തെളിവുകളൊന്നുമില്ല എന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ആസന്നമായിരിക്കുന്നു എന്ന രാഷ്ട്രീയ വിശകലനം നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിലെ അണികൾക്കൊക്കെ അദ്ദേഹത്തോട് താല്പര്യവും ഇഷ്ടവുമുണ്ട്. കാരണം കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഷാഫി പറമ്പിലും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ നയിച്ച യൂത്ത് കോൺഗ്രസ് ആണ് ഒരു തിരിച്ചുവരവിൻ്റെ പാത, തിരിച്ചുവരവിൻ്റെ ശബ്ദം ഒക്കെ കേരള രാഷ്ട്രീയത്തിൽ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് അത്രമേൽ ശക്തമല്ലായിരുന്നു. പ്രാദേശിക തലങ്ങളിലൊക്കെയും ബൂത്ത് കമ്മിറ്റികളോ യൂണിറ്റ് കമ്മിറ്റികളോ ഒന്നുമില്ലാതെ നിശബ്ദമായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ പ്രവർത്തനം യൂത്ത് കോൺഗ്രസിനെ ശക്തമാക്കി എന്ന ഒരു ധാരണ സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു തിരിച്ചുവരവ് സാധാരണ പാർട്ടി അണികൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. പക്ഷേ മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ തന്നെ കോൺഗ്രസിലും അകത്തു നിന്നുള്ള ചില കാലിൽ പിടി വലികൾ അല്ലെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് തടസ്സമാകുമോ എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മിക്കപ്പോഴും ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിന് ഒക്കെയും വിത്തും വളവും നൽകിയത് പാർട്ടിക്കകത്ത് തന്നെ നിന്നുള്ളവരാണ് എന്നുള്ള ആരോപണം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉന്നയിച്ചിരുന്നതാണ്. അതുപോലെ ചില ശബ്ദങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരവിനെതിരെ ഉണ്ടാകുമോ എന്ന ചില രാഷ്ട്രീയ നിഗമനങ്ങളും പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി അവരിപ്പോൾ പാർട്ടിയുടെ വേദികളിലൊക്കെ സജീവമാകുന്ന ഒരു സന്ദർഭമില്ല. കാരണം അവർ ചില വേദികളിലൊക്കെയും സജീവമായിരുന്നപ്പോൾ പാർട്ടി അണികൾ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിയ ശബ്ദം അത് നേതൃത്വം കണ്ടു കേട്ടു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ആ പെൺകുട്ടിയുടെ ഒരു സാന്നിധ്യം ഇപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊപ്പമില്ല എന്നത് തന്നെ ഏറ്റവും വലിയ വസ്തുതയായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പാർട്ടിക്കുള്ളിൽ രൂപപ്പെടുന്ന ഒരു കോക്കസിനെയും ഈ അവസരത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് ഉചിതമായിരിക്കും. പ്രത്യേകിച്ചും KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയുമൊക്കെ ഇതിൽ ഏക അഭിപ്രായക്കാരാണ് എന്ന ഒരു
ചർച്ചയും രൂപപ്പെട്ടു വരുന്നുണ്ട്. പ്രത്യേകിച്ച് പാർട്ടിയുടെ ഒരു തിരിച്ചുവരവിന് നിദാനമായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടി ഇടപെടലുകളാണ് എന്ന ഒരു ചർച്ച പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെ ഇടയിലുണ്ട്. കാരണം വളരെ കൃത്യമായിട്ട് പിണറായി വിജയൻ്റെ ഫാസിസ്റ്റ് ഭരണകൂടത്തെ വിമർശിക്കുവാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ചാനൽ ചർച്ചകളിൽ മിക്കപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സാന്നിധ്യം പാർട്ടിക്ക് മുതൽക്കൂട്ടായിരുന്നു. ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും നേതാക്കന്മാർക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വാക്ശരങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഇടറി വീഴുന്ന രംഗങ്ങളാണ് മിക്ക ചാനൽ ചർച്ചകളിലും നമ്മൾ കണ്ടത് എന്നതും വലിയ യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അതായത് നിലവിലുള്ള ഡിവൈഎഫ്ഐയുടെ ആകട്ടെ യുവമോർച്ചയുടെ ആകട്ടെ നേതാക്കന്മാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവിനോട് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു സംസാരശേഷിയോ അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിച്ച് അപഗ്രഥിച്ച് അവതരിപ്പിക്കുവാനുള്ള ഒരു കഴിവോ ഇല്ലെന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അതിൽ നമ്മൾ സാധാരണ പറയാറുള്ളതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്ന രീതിയിലുള്ള ചില ചർച്ചകളും പാർട്ടിക്കകത്ത് നിന്ന് വരുന്നുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയാകുമോ എന്ന വിശകലനങ്ങളും വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അംഗീകരിക്കുവാൻ പാർട്ടിയുടെ നേതൃത്വം തയ്യാറാകുന്നു. പ്രായത്തിൻ്റെ അപക്വതയിൽ പറ്റിപ്പോയ ഒരു തെറ്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ക്ഷമിക്കുവാനുള്ള സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് യൂത്ത് കോൺഗ്രസിന് പുത്തൻ ഉണർവ് നൽകും എന്ന ഒരു രാഷ്ട്രീയ നിഗമനം നടത്തപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായം വളരെ ചെറുതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അപക്വമായ ചില തീരുമാനങ്ങളും പെരുമാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ നിയമസഭയിൽ ഒരുപക്ഷെ അദ്ദേഹം മന്ത്രിയായിരുന്നേനെ എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ചും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശമുണ്ട്. എല്ലാ സംസ്ഥാനത്തും പാർട്ടി അധികാരത്തിൽ വരുന്ന എല്ലാ സംസ്ഥാനത്തും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ മന്ത്രിയാക്കണമെന്ന്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കൽ കൂടി പാലക്കാട് നിന്ന് വിജയിച്ചു വരുമായിരുന്നു എന്നത് നിസ്സംശയമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജനീഷ് കുമാറിന് പകരം മന്ത്രിയായിരിക്കേണ്ട വ്യക്തിത്വമാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപക്വമായ ചില നടപടികൾ മൂലമോ അല്ലെങ്കിൽ പാർട്ടി പെട്ടെന്നെടുത്ത തീരുമാനപ്രകാരമോ അദ്ദേഹത്തിന് മത്സരിക്കുവാൻ അവസരം നൽകിയില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് അതിന് മുമ്പേ തന്നെ നീക്കപ്പെട്ടിരുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ അടഞ്ഞു എന്ന് കരുതിയ രാഷ്ട്രീയ ഭാവി അത് വീണ്ടും ജീവൻ വയ്ക്കുന്നു എന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണ് വരുന്നത്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും വ്യക്തമായ ഉറപ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന ചില നിഗമനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പഴയതുപോലെ ആക്റ്റീവായി സോഷ്യൽ മീഡിയയിലും മറ്റും പാർട്ടിക്ക് വേണ്ടി ശബ്ദിക്കുന്നതും എതിരാളികൾക്കെതിരെ ശക്തമായ ആരോപണ ശരങ്ങൾ ഉന്നയിക്കുന്നതും എന്ന ഒരു വസ്തുത ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് അത് കോൺഗ്രസ്സിന് ഒരു മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം യൂത്ത് കോൺഗ്രസ്സിന് ഒരു പുതിയ ദിശാബോധം നൽകിയ സംസ്ഥാന പ്രസിഡന്റായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അപചയങ്ങളുണ്ടായേക്കാം, പ്രായത്തിൻ്റെതായ ചില അപക്വപരമായ പെരുമാറ്റങ്ങളുണ്ടായേക്കാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചുവരവ് കോൺഗ്രസ്സിന് ഒരു പുതിയ ദിശാബോധം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നവർ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.